ഇപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത കാര്യം പോലും ഓപ്പോസിറ്റുള്ള ആൾ അറിയില്ല. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെലഗ്രാമിൽ ഒരു മെസ്സേജ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒരു എക്സാമ്പിളിന് ഞാൻ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ചാറ്റിൽ ഞാൻ ഒരു മെസ്സേജ് ഇവിടെ അയക്കുകയാണ്. മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇത് സെൻഡ് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിൽ ആ ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഏത് മെസ്സേജാണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം ആപ്പിൾ ഐഫോണിലാണെന്നുണ്ടെങ്കിലാണ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യേണ്ടത്. അല്ല, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആ മെസ്സേജിൽ. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്തായാലും ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിന് മാത്രം പോയാൽ മതി എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ല, രണ്ടാളുടെ ഫോണിനും ആ ഒരു മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ഫോണിലും ആ ഒരു മെസ്സേജ് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് വാട്സപ്പിലെ പോലെ ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ ഇതുപോലെ നമുക്ക് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ചാനൽസിലും ഒക്കെ അയച്ച മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ആ ടെലഗ്രാമിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ അയച്ച മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.